ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്ത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. സോ ഞാനിവിടെ 2 ഫയൽ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം ജസ്റ്റ് കാമായിട്ടിരുന്ന് ആ വ്യക്തിനെ മനസ്സിൽ ചിന്തിച്ച് ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ടൊരു ഫയൽ സെലക്ട് ചെയ്യുക. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ്, ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിനെ സംബന്ധിച്ച് ഇപ്പം ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണപ്പെടുന്നത്. മേ ബി ആ വ്യക്തി ഇപ്പം ജോലിയോ കാര്യങ്ങളോ ഒന്നും, ആള് ഒരു കാം സിറ്റുവേഷൻസ് ആണ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആളെ സംബന്ധിച്ച് ആളുടെ കരിയറിലായാലും ആളുടെ മാനസികാവസ്ഥ ആയാലും ഈ സമയം കുറച്ചധികം ഓക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആഗ്രഹങ്ങൾ ഈ സമയത്ത് ആളുടെ ജീവിതത്തിൽ ഉണ്ടായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആളുടെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ആൾ ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ആൾ ഒരുപാട് ചലഞ്ചസും ആൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ആൾ ഒരുപാട് പ്രോബ്ലംസ് തരണം ചെയ്ത് വന്ന ഒരു വ്യക്തിയായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ആളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് ആള് കൂടുതലും ആളിൽ തന്നെയാണ് കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്. ആൾക്ക് എന്തോ ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. എന്തിന്റെയൊക്കെയോ കാര്യത്തിൽ ആൾക്ക് ഭയങ്കരമായിട്ടും ഉള്ളൊരു കോൺഫിഡൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ആളുടെ കരിയറിലായാലും ആളുടെ ബിസിനസ്സിലായാലും ആളുടെ ഫിനാൻസിലായാലും ആളൊരു ഹാപ്പി മൊമെന്റിലാണ് ഈ സമയത്ത് നിൽക്കുന്നത് കേട്ടോ. കൂടുതലും രാത്രികാല സമയത്ത് ആൾ ഒരുപാട് സക്സസ് ആവുന്നുണ്ട്, ഒരുപാട് ഹാപ്പിനെസ് ആൾ ഫീൽ ചെയ്യുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നു. മേ ബി ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കളഞ്ഞ് ആളിലോട്ട് മാത്രം ഒതുങ്ങി ആൾക്ക് എന്തൊക്കെയോ ഒരു ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട്. ആളുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടും ഹാപ്പിനെസ് ഉണ്ടാവുന്ന, ഭയങ്കരമായിട്ടും പീസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ആൾക്ക് മാനസികപരമായിട്ടുള്ള ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായി നിൽക്കുന്ന സിറ്റുവേഷനാണ്. ഈ സമയത്ത് ആളുടെ ജീവിതത്തിൽ ആരെയും അടുപ്പിക്കുന്നില്ല. ആള് ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് മേ ബി കഥ എഴുതാൻ പോവുകയായിരിക്കാം, മേ ബി ഫിലിം പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആളെ സംബന്ധിച്ച് പുതിയ ഇൻറ്റ്യൂഷൻസ് വരുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ യാത്രകൾ പോകുന്നതായിരിക്കാം, പുതിയ ജോലിയിലോട്ട് കടക്കുന്നതായിരിക്കാം. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര സമാധാനമായിട്ടുള്ള, എല്ലാം വെടിഞ്ഞ് ആളിലോട്ട് മാത്രം, ആളിന്റെ മനസ്സിലോട്ട് മാത്രം കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു സമയത്തിലോട്ട് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇതിന് മുന്നേ ഉള്ള സമയം എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര മോശം സമയമായിരുന്നു, ഭയങ്കര നെഗറ്റീവ് സമയമായിരുന്നു. ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ഒരുപാട് ടെൻഷനും ഒരുപാട് നെഗറ്റീവ്സും ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ബട്ട് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ആൾക്കൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നതിലുപരി ആൾക്കൊരു ന്യൂ ബിഗിനിങ്സ് ആണ്. ആള് ആഗ്രഹിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ ആളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ആള് മാനിഫെസ്റ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ആളുടെ ലൈഫിൽ നടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ സെറ്റിൽഡ് ആയി എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ആളുടെ ലൈഫിൽ സാധിച്ച് ആളിപ്പം ഒരു പീസ്ഫുൾ എന്ന് പറയുന്നത് എന്താ പറയാ, ആളെ സംബന്ധിച്ച് ആള് മേ ബി ഒരു എക്സാം പാസ്സായ ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ എന്തിലൊക്കെയോ ആള് പാസ്സായി, ഞാൻ എന്തൊക്കെയോ അച്ചീവ് ചെയ്തു, ഞാൻ എന്തൊക്കെയോ നേടി എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് യാത്രകൾ പോകുന്നുണ്ട്. ഈ സമയം ആൾക്ക് റിലേഷൻഷിപ്പ് വേണ്ട, ആൾക്ക് കരിയർ വേണ്ട, ആൾക്ക് ഫിനാൻസ് വേണ്ട, ആള് ഒരുപാട് പഠിച്ചു, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു സമയത്തിലോട്ട് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ആള് എന്താ പറയാ, ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യത്തിലോട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് കാര്യം ആളുടെ ലൈഫിൽ ഫ്രണ്ട്സോ ഫാമിലീസോ അച്ഛൻ അമ്മ അങ്ങനെയുള്ള ഒരാളെയും ആള് ഇന്ന് ആ ജീവിതത്തിലോട്ട് അടുപ്പിക്കുന്നില്ല. ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ കോൺസെൻട്രേഷൻ ആയി നോ ഡിപ്പെൻഡൻസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ആരിൽ നിന്നുമൊക്കെ ആൾ പഠിച്ചിട്ടുണ്ട്. ജീവിതം നല്ല രീതിക്ക് പഠിച്ച് നിൽക്കുന്ന ഒരാളാണ്. ഫെമിനിൻ എനർജി അല്ല, എനിക്കിവിടെ പക്ക മസ്കുലിൻ എനർജിയാണ് കിട്ടുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന പലരും ആണിന്റെ ക്യാരക്ടറാണ്.
നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പെണ്ണുങ്ങളാണ് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ആണുങ്ങളാണ് കാണുന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഹാർഡ് വർക്കർ ആണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മസ്കുലൈൻ എനർജിയാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഭയങ്കരമായിട്ടും കല്ല് കണക്കത്ത മനസ്സാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നു, സ്വന്തം ആഗ്രഹങ്ങൾ സ്വന്തം പാഷൻ അതിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ആള് നിൽക്കുന്നത് പക്ക ആയിട്ടുള്ള ആൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ സമയം എന്ന് പറയുന്നത് പീസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് ആൾക്കുണ്ട്. മുന്നോട്ട് എങ്ങനെ പോകണം, മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ആരാണ്, എനിക്ക് എന്താണ് വേണ്ടത്, എന്താണ് ഇവിടെ നടക്കുന്നത്, ഭൂമിയിൽ എന്താണ് ആവശ്യം എന്നൊക്കെ ഉള്ള വ്യക്തമായിട്ടുള്ള പ്രാക്ടിക്കലി ചിന്തിച്ച് നിൽക്കുന്ന ഒരുപാട് കാര്യത്തിലോട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പ്രണയം, ഇഷ്ടം, സാറ്റിസ്ഫാക്ഷൻ, സെക്സ്, പണം ഇതിനൊന്നും ഒരു വാല്യൂം ആള് കൊടുക്കുന്ന, ഇമോഷൻസ് ഇതിനൊന്നും ഒരു വാല്യൂം ആള് ഈ സമയത്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് ഫസ്റ്റ് പേര് ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാനേ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആള് ഒന്നാമത്തെ കാര്യം യൂണിവേഴ്സിനെ നല്ല രീതിക്ക് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ആളിൽ ഒരു ഭയങ്കര കോൺഫിഡന്റ് ഉണ്ടായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. റിലാക്സേഷൻ, ബോഡി, ഹെൽത്ത്, ഫ്യൂച്ചർ, അതുപോലെ തന്നെ സെറ്റിൽഡ് ലൈഫ് അതുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആളുടെ മനസ്സിന് എന്താണോ സമാധാനം, ആൾക്ക് എന്താണോ പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കിട്ടുന്നത് അതിനനുസരിച്ചല്ലാണ്ട്, ആൾക്ക് മനസ്സമാധാനം കിട്ടുന്ന കാര്യത്തിനനുസരിച്ചല്ലാണ്ടും മറ്റൊന്നിലും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് കാർമിക്ക് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് അനുഭവിച്ചിട്ടുണ്ട്. ആൾക്ക് വ്യക്തമായിട്ടുള്ള നോളജ് ഉണ്ട്, ആൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം, ആൾക്ക് വ്യക്തമായിട്ടുള്ള ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. പ്രാക്ടിക്കലി ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. ഈഗോയിസ്റ്റിക്കോ പൊസസീവ്നെസ്സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസും ഈ വ്യക്തിനെ സംബന്ധിച്ച് ഉള്ള ഒരു ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നത്. ജെനുവിൻ ആയിട്ട് നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് ജെനുവിൻ ആയിട്ട് നിന്ന ഇമോഷണലി ഒരുപാട് ഡിപ്പെൻഡഡ് ആയ വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സിൽ നിന്നും ഒരുപാട് ആൾക്കാരിൽ നിന്നും ഫാമിലിയിൽ നിന്നും തന്നെ ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് പ്രോബ്ലംസും അനുഭവിച്ചിട്ടുണ്ട്. അതും വലിയ വലിയ ട്രോമാസ, വലിയ ട്രാൻസ്ഫർമേഷൻസ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നു. സോ ഈ സമയം എന്ന് പറയുന്നത് ആളെ സംബന്ധിച്ച് ടൈം മാറിയ സമയമാണ് ഈ വ്യക്തിയുടേത് മാറിയിരിക്കുന്നത്. അതായത് ഈ വ്യക്തി ഇന്ന് ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഉള്ളവന് ചാൻസസ് ഇല്ല. ടോട്ടലി എയർ സൈനും അതുപോലെ തന്നെ എന്താ പറയാ എയർ സൈൻ കാണാൻ പറ്റുന്നുണ്ട്, വാട്ടർ സൈൻ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഇന്നൊരു ഡാർക്ക് നൈറ്റ് സോൾ സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ വ്യക്തിക്ക് ഇപ്പൊ നന്മകളും അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കാലം ഈ വ്യക്തിക്ക് ഒരുപാട് പണം കൊടുക്കുന്നില്ല, അങ്ങനെയല്ല. അതായത് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ മനസമാധാനമാണ് ഇന്ന് വ്യക്തി ആഗ്രഹിക്കുന്നത്. സോ അത് ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടും കിട്ടുന്നുണ്ട്. ഹാപ്പി ടൈംസ് ആണ് ഇവിടെ കാണാൻ, ഹാപ്പി ടൈംസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നേച്ചറിൽ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നല്ല ഏജ് ഉണ്ട് കേട്ടോ, ഈ വ്യക്തിയുടെ സോളിനും ഈ വ്യക്തിക്കായാലും നല്ല ഏജ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര പക്വതയായിട്ട് സംസാരിക്കുന്ന, കാര്യങ്ങൾ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന, ഇമോഷൻസിലി ഒരു കാര്യവും എടുക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇന്ന് ഈ വ്യക്തിക്ക് ആരടുത്തും ഒരു ഇമോഷൻസും ഇല്ല എന്നുള്ളത് ഞാൻ 100% ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം അത്രത്തോളം ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട്, പെയിൻ ആയിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒരുപാട് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിനെ സംബന്ധിച്ച് ഈ വ്യക്തി ഇന്ന് നിൽക്കുന്ന സ്ഥലം മാറാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം, ഇപ്പം നിൽക്കുന്ന സ്ഥലം, ഇപ്പം നിൽക്കുന്ന നേച്ചർ, ഇപ്പം നിൽക്കുന്ന പ്രകൃതിയുമായിട്ടൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകാനുള്ള ചാൻസ്, മേ ബി ഒരു ട്രാൻസ്ഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിയുടെ കണ്ണിൽ ഇന്ന് പുതിയ കാഴ്ചകളാണ്, ഈ വ്യക്തിയുടെ ആഹാരം കഴിക്കുന്ന രീതി മാറുന്നുണ്ട്, ഈ വ്യക്തിയുടെ ടോട്ടലി ചിന്താഗതി ഫുള്ള് മാറുന്നുണ്ട്. അത് സമയത്തിന്റെയാണ്, സമയം സാഹചര്യങ്ങൾ എല്ലാം മാറ്റുന്ന എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. സോ അതിനനുസരിച്ച് ഈ വ്യക്തിയുടെ ചിന്തകളും കാര്യങ്ങളും എല്ലാം മാറി പുതിയൊരു ടൈമിലോട്ട് കയറുന്നുണ്ട്. സോ അതിന്ന് വരയ്ക്കും ഈ വ്യക്തി അനുഭവിച്ച ചില്ലറയൊന്നുമല്ല കേട്ടോ, അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ അനുഭവങ്ങൾക്കൊക്കെ ഈ സമയത്ത് ഒരു വാല്യൂ കിട്ടുന്ന ഒരു ടൈമാണ്, റെസ്പെക്ട് കിട്ടുന്ന ടൈമാണ്, അംഗീകാരം കിട്ടുന്ന സമയമാണ്. ബട്ട് ആ പാഠം കഴിഞ്ഞ സമയത്തെ പാഠം വെച്ച് ഈ സമയത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. സോ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇമോഷൻസിൽ ഒരു വിഷമവും സീരിയസ്ലി എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഇനി കാർഡ് മാറുമ്പോഴത്തേക്കും എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. വ്യക്തമായിട്ടുള്ള ഹോപ്പ് ഉണ്ട്,
എല്ലാം അച്ചീവ് ചെയ്യണം, എല്ലാം നേടണം എന്നുള്ളൊരു ആഗ്രഹമാണ് കാണാൻ പറ്റുന്നത്. വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻസ്, ചക്രാസ് എല്ലാം ഓക്കെയാണ്. ചക്രാസ് എനർജി വരുന്നുണ്ട് ആൾക്ക് നല്ല രീതിക്ക്. ഹാർട്ട് ചക്ര നല്ല രീതിക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ത്രോട്ട് ചക്ര നല്ല രീതിക്ക് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഹീലിംഗ് എനർജി കാണാൻ പറ്റുന്നുണ്ട്, സെൽഫ് ഹീലിംഗ് എനർജി കാണാൻ പറ്റുന്നുണ്ട്, ഇൻറ്റ്യൂഷൻസ് വ്യക്തമായിട്ട് വരുന്നുണ്ട്, വ്യക്തമായിട്ടുള്ള ദീർഘവീക്ഷണം ഉള്ള ഒരു ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, മദർലി എനർജി ഭയങ്കരമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആളെ സംബന്ധിച്ച് ഒരുപാട് നല്ല ടൈം ആണ് ഈ സമയം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയുടെ കർമ്മയൊക്കെ മാറി കേട്ടോ. ഒരുപാട് കാർമിക ഉണ്ടായിരുന്ന ഈ വ്യക്തിക്ക്. ബട്ട് അതെല്ലാം ആൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു, ആൾ ജീവിക്കാൻ പഠിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആൾ നല്ല രീതിക്ക് ഹാപ്പിനെസ് ആയിട്ട് മനസമാധാനത്തോടെ ജീവിക്കാൻ പഠിച്ച ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മാറുമായിരിക്കും, സമയമൊക്കെ മാറുമായിരിക്കും, അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. ആള് ഒരുപാട് യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആൾക്ക് ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് വേണം, ഒരുപാട് അനുഭവങ്ങൾ വേണം എന്നുള്ളൊരു സമയത്തിലോട്ട് ആൾ ചിന്തിച്ച് കൂടുന്ന ഒരു സമയമായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈ സമയം ആൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും ഒരുപാട് സെക്സും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ഒന്നിനെ പോലും ആൾ ജീവിതത്തിലോട്ട് അടുപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അനുഭവം ഗുരു എന്നുള്ളൊരു പാഠം പഠിച്ചത് കൊണ്ട് തന്നെ എത്ര ചാടിയാലും എത്ര മറിഞ്ഞാലും ഇനി ആളുടെ ജീവിതത്തിൽ ഒരാളെയും അടുപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് ആൾക്ക് കാണാനേ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. കാരണം ആൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആൾക്ക് മെയിൻലി ആളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, കറക്റ്റ് പറയണമെന്നുണ്ടത്, ട്രാവലിംഗ് കാണാൻ പറ്റുന്നുണ്ട്. ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയോ കാര്യം പറഞ്ഞാൽ ആളുടെ ആഗ്രഹം, ആളുടെ സോൾ പർപ്പസ് എന്താണെന്ന് ആൾക്ക് കണ്ടുപിടിക്കണം എന്ന ആഗ്രഹമുണ്ട്. ആളുടെ പാഷൻ, ആൾക്ക് ഭയങ്കരമായിട്ടും ആളുടെ പാഷൻ, ജോലി, അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അതിലോട്ടാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ആൾക്കൊരു ടൈം പീരീഡ് ഉണ്ട്. ഈ സമയം എന്ന് പറയുന്നത് ആൾ എല്ലാവരും നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് ആളുടെ കാര്യം മാത്രം നോക്കി പോകുന്ന ഒരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇന്ന് നിങ്ങളടുത്ത് ഈ വ്യക്തി സംസാരിക്കുന്നില്ല, നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇല്ല എന്നുണ്ട്, അത് കർമ്മേര ഫലമായിട്ടൊന്നുമല്ല, എനർജി ചേഞ്ച് ആയതാണ്. നിങ്ങളുടെ എനർജി ലോ എനർജിയും ആ വ്യക്തിയുടെ എനർജി ഹൈ എനർജിയും ആണ്. പിന്നെ സമയത്തിന്റെ മാറ്റമാണ്. സമയത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് ടൈം ചേഞ്ച് ആകുമ്പോഴത്തേക്കും എല്ലാവരുടെ സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം മാറുമെന്ന് പറയത്തില്ലേ, സമയത്തിന്റെ മാറ്റം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ മെയിൻലി വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ആൾക്കൊരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. മുന്നോട്ട് ആൾക്ക് പ്ലാൻ ഉണ്ട്. ആളുടെ സമയം തെളിഞ്ഞു എന്ന് ആൾക്ക് വ്യക്തമായിട്ടുള്ള അറിയാം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആര് എങ്ങനെ എവിടെ ചെന്ന് എന്ത് കളിച്ചിട്ടും കാര്യമില്ല. കാരണം സമയം ചീത്തയാണെങ്കിൽ ഭയങ്കര പ്രോബ്ലം അല്ലേ. അതുപോലെ തന്നെ സമയം നല്ലതാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളൊന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ കണ്ണിര കമ്പര ദൃഷ്ടിദോഷം ആര് വന്നിട്ടും കാര്യമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ട് ആൾക്ക്. ഒരുപാട് നന്മകളും ഈ വ്യക്തിയുടെ ചീത്ത സമയത്ത് ആൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നല്ല സാധനങ്ങളും നല്ല സമയം നല്ലതും ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾക്ക് അതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർമ്മ റിലേറ്റഡ് ആയിട്ടും ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നല്ല സമയം ആയതുകൊണ്ട് തന്നെ ഇനി വലിയ കുഴപ്പമില്ല. അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് ആൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. മെയിൻലി ന്യൂ ബിഗിനിങ്സ് ആണ്. വീട് വെക്കുക, കാർ വാങ്ങുക, ബിസിനസ് ചെയ്യുക, ഒരുപാട് ഐഡിയാസ് വരിക, അതുപോലെ തന്നെ എന്താ പറയാ, അങ്ങനത്തെ ഉള്ള കാര്യം. പക്ഷെ ആൾക്കാരൊന്നും അടുപ്പിക്കത്തില്ല. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പോ നിങ്ങൾ അറിയാന്നുള്ള ആരെങ്കിലും, നിങ്ങൾക്ക് അറിയാന്നുള്ള ആരാണെങ്കിലും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആള് സക്സസിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഇപ്പൊ കാണാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആള് പുതിയ കാര്യത്തിലോട്ട് കാല് വെക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് കോയിൻസിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുടെ ജീവിതത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് ആൾ നിൽക്കുന്നത്. ഈ സമയത്ത് ആളുടെ എനർജി മാറുന്നുണ്ട്, ആളുടെ ഗ്ലാമർ മാറുന്നുണ്ട്, ആളുടെ ലുക്ക് മാറുന്നുണ്ട്, പ്രായത്തിനനുസരിച്ചുള്ള ആളുടെ കാലിബർ മാറുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, എനർജി ഒക്കെ ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആൾക്ക് കാണാൻ പറ്റുന്നത്. എനർജി മാറുക എന്ന് പറയുന്നത്, ഈ സമയം നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ സെക്ഷൽ എനർജി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതായത് ഈ വ്യക്തിയുടെ കാമത്തിന്റെ എനർജി ഒരുപാട് കൂടുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തി ഒരു രീതിയിലും ആ വ്യക്തി കാമമോ അല്ലെങ്കിൽ സെക്സോ വേറെ രീതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ആളുടെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ആളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനാണ് കാണാൻ പറ്റാം. ആക്ഷൻ എടുക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നത്. പണ്ട് ഈ വ്യക്തി ഒരു ജോലി ചെയ്താൽ മടിയനായിട്ട് ഭയങ്കര നോർമലി നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വ്യക്തി ആക്ഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ജോലി ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നെല്ലാം സാധിക്കുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. വേറെ ഒന്നിനെ കുറിച്ചും ആൾ ചിന്തിക്കുന്നുണ്ട്. മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിനെ കുറിച്ചൊന്നും ആൾക്ക് ഒരു ചിന്തയുമില്ല. ആരെക്കുറിച്ചും ആൾ ചിന്തിക്കുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള ചിന്തയിലൂടെ മുന്നോട്ട് നടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്.
ഈ സമയം ആൾക്ക് വ്യക്തമായിട്ട് അറിയാം ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. പക്ഷെ ആൾക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാം. ആള് കളി പഠിച്ചു, അല്ലെങ്കിൽ ആള് കാര്യങ്ങളെല്ലാം പഠിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ആൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സൊല്യൂഷൻ ചെയ്യണം എന്ന് ആൾക്ക് വ്യക്തമായിട്ട് അറിയാം. ആരടുത്ത് എങ്ങനെ സംസാരിക്കണം എന്ന് ആൾക്ക് വ്യക്തമായിട്ട് അറിയാം. ആരടുത്ത് എങ്ങനെ സംസാരിക്കേണ്ട എന്ന് വ്യക്തമായിട്ട് അറിയാം. ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യങ്ങൾ അറിയാം. അതുപോലെ തന്നെ കരിയറിലും ആൾ ചെയ്യുന്ന ജോലി ആയാലും ആൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതായത് ഇപ്പൊ നഴ്സിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിൽ ഫ്രഷർ ആയിട്ട് കയറുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അപമാനങ്ങളും ഒരുപാട് നെഗറ്റീവ്സും കിട്ടിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും ആള് കിങ് ആവും. അപ്പം ആൾക്ക് എങ്ങനെ ചെയ്യണമെന്നറിയാം, ആളുടെ കീഴിൽ എങ്ങനെ വരണം എന്നറിയാം. അതേ കണക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ആൾക്കിപ്പം എന്ത് വേണം, എങ്ങനെ എവിടെ പെരുമാറണം, എവിടെ എങ്ങനെ ചെയ്യണം എന്ന് വ്യക്തമായിട്ടുള്ള ബോധ്യം ഉള്ള ഒരു ആളായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് ആളുടെ ഗ്ലാമറൊക്കെ ഭയങ്കരമായിട്ടും കൂടും, ഓറ പവർ ഭയങ്കരമായിട്ടും എനർജറ്റിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാർ ഈ വ്യക്തിയിലൂടെ അട്രാക്ഷൻ ആയി വരും. അത് ലുക്കോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല, ആളുടെ മനസ്സും അതുപോലെ തന്നെ ആളുടെ എനർജിയും കണ്ടിട്ട് ആളുടെ ജീവിതത്തിലോട്ട് ഒരുപാട് ആൾക്കാർ കടന്നു വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് ഇവിടെ ഇപ്പൊ കാണാൻ പറ്റുന്ന ഒരു ഫെമിനിൻ എനർജി കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഫെമിനിൻ എനർജി ആണ് എന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഞാൻ പറയുന്നു, ഇവരുടെ ലൈഫ് ഭയങ്കര സക്സസിലോട്ട് പോകും. കാരണം ഈ വ്യക്തി ജീവൻ വരെ കൊടുത്ത് ഏതോ ആളുടെ കൂടെ നിന്നിട്ടുണ്ട്. അത്ര ഒരു അത്ര ഒരു എന്താ പറയാ, ജീവൻ കൊടുത്ത് മരിക്കാൻ വരെ ഈ വ്യക്തി തയ്യാറായിട്ട് നിന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഫെമിനിൻ എനർജിക്ക്. ഫെമിനിൻ എനർജി, മസ്കുലൻ എനർജി നേരത്തെ മാറിപ്പോയി. ഫെമിനിൻ എനർജി ആണെങ്കിൽ അങ്ങനെ പറയാം. കാരണം അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന, അത്രത്തോളം പാഷനേറ്റ്, അത്രത്തോളം ജെന്യുമിനിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ പ്യുവർ ഓറ, പ്യുവർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതിപ്പോ ഞാൻ പറയുന്നത് വെച്ചുമ്പോഴത്തേക്കും ഒരുപാട് കഴിവും ഓപ്പർച്യൂണിറ്റിയും സക്സസും കാര്യങ്ങളും എല്ലാം ഉണ്ടായ ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തിനെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന വ്യക്തി, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏതൊരു വ്യക്തി വന്നതിന് ശേഷം ഈ വ്യക്തിയുടെ ജീവിതം മറിഞ്ഞ് ഭയങ്കര ഡിപ്രഷനിലോട്ട് ആള് പോയി. ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ഒരുപാട് ചലഞ്ചസിലും ആള് ഫേസ് ചെയ്ത് ആൾ അതിൽ നിന്നൊക്കെ കയറി മുന്നോട്ട് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. ഈ വ്യക്തിന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ പോലും അടുപ്പിക്കൂല എന്ന് ഞാൻ എഴുതി ഒപ്പും കൂടെ ഞാൻ ഇട്ട് തരാം. അത്രയ്ക്കും പഠിച്ച് വന്ന വ്യക്തിയാണ് ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ സോളും തമ്മിൽ പക്ക അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിലോട്ട് ഇഷ്ടംപോലെ റിലേഷൻഷിപ്പും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ പാടാണ് ഇനി അടുപ്പിക്കാൻ വേണ്ടി. കാരണം എന്ന് പറയുന്നത് ആള് വളർന്ന സാഹചര്യം, ആളുടെ കുടുംബ ജീവിതം, ആൾ ഒറ്റയ്ക്കാണ് കാര്യങ്ങളെല്ലാം ചെയ്തു വന്നത്. ആൾക്ക് ആളുടെ ഫാമിലി, ആള് കണ്ടുവന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ആൾ അനുഭവിച്ചു വന്ന ഒരുപാട് കാര്യങ്ങൾ, ലോൺലെസ് ഫീല്, അതുപോലെ തന്നെ എന്താ പറയാ, ഒരുപാട് നെഗറ്റീവ്സ്, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, അതുപോലെ തന്നെ ഒരുപാട് വിഷമഘട്ടം, അച്ഛന്റെ അമ്മയുടെയൊക്കെ അങ്ങനെ. അതായത് വളർന്നു വന്ന സാഹചര്യം അത്ര ഇമ്പോസിബിൾ അല്ല, അല്ലെങ്കിൽ അത്ര പ്യൂർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നത്. അത്രത്തോളം എനർജിയുള്ള, ഡിവൈൻ തന്നെ ഒരുപാട് എനർജി കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഈ വ്യക്തിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. പ്യുവർ മനസ്സിനുടമയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി ആരുടെ ലൈഫിലാണോ വന്നത് ആ വ്യക്തികൾക്ക് കുത്തനെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഉയർച്ച കൊണ്ട് ഈ വ്യക്തിനെ ഒരുപാട് നശിപ്പിച്ചിട്ടുമുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി കാരണം ഒരുപാട് സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. ബട്ട് ഈ വ്യക്തിനെ ഓർത്ത് ഒരുപാട് പേര് ഈഗോ അടിച്ചിട്ടുണ്ട്. ഈ വ്യക്തി രക്ഷപ്പെടരുതെന്ന് വരെ ആഗ്രഹിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരുള്ളതായിട്ട് കാണാൻ പറ്റും. കാരണം കൂടെ നിന്നിട്ട് കുതികാല് വെട്ടിയ ആൾക്കാർ വരെ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട് എന്നുള്ളതായിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. എനിക്കിവിടെ ഇൻറ്റ്യൂട്ടീവിൽ ദൈവം പറഞ്ഞു തരുന്നുണ്ട്. അത്രത്തോളം പ്യൂർ ആയിട്ടുള്ള വ്യക്തിയാണ്. ആരും നശിക്കരുത്, ആരും ചീത്തയാവരുത്, ആരും നെഗറ്റീവ് ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ ഈ വ്യക്തി വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈവൻ സെക്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. എനിക്കിവിടെ കിട്ടുന്ന ഇന്നറിലാണ് കേട്ടോ. കാർഡ് മാറും തോറും അങ്ങനത്തെ സിറ്റുവേഷൻ വരും. പക്ഷെ ഇവിടെ കാണുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ ആള് ജെന്യുവിൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ആള് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വൃത്തിയുള്ള, ഭയങ്കരമായിട്ടും ആരെയും ഒരു മദർലി ഫീലിന് ഉപരി ഒരു ന്യൂ സോളാണ് കേട്ടോ, പുതിയ സോളാണ്. അതായത് പണ്ടത്തെ സോളൊന്നുമില്ല. പണ്ടത്തെ സോളിനാണ് ഈ പറയുന്ന കണക്കും ഈഗോ, പൊസസീവ്നെസ് അങ്ങനെയൊക്കെ ഉള്ളത്. അതായത് പുതിയ സോൾ ആയതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി ചിന്തിച്ച് ജീവിക്കണം, നല്ല രീതിക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഫെയിം, അതുപോലെ ആൾക്ക് കുറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷെ ഒരു കുഞ്ഞിന്റെ മനസ്സാണ്. കുഞ്ഞിന്റെ മനസ്സെന്ന് പറയുന്നത് ഒരുപാട് കുരുട്ട് ബുദ്ധി ചിന്തിക്കത്തിൽ, ഒരുപാട് അങ്ങനെ ചിന്തിച്ച് കയറാത്തൊരു വ്യക്തിയാണ്. ആരെയും നശിപ്പിക്കണം എന്ന ആഗ്രഹം, അതായത് ഒരുപാട് ലോകപരിചയം ഇല്ല ഈ വ്യക്തിക്ക്. ഈ വ്യക്തി ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ആളുടെ ജീവിതത്തിൽ ആൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തുള്ള വ്യക്തികളെ മനസ്സൊന്നും വേദനിപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ലൈഫിൽ വരാൻ ചാൻസസ്, നമ്മൾ എന്തെന്ന് ചിന്തിച്ചാൽ പോലും കിട്ടാത്ത ഇഷ്യൂസിലോട്ട് നമ്മൾ പോകേണ്ടതായിട്ട് വരും. കാരണം ഈ വ്യക്തിയുടെ സമയം മാറിയതായിട്ടാണ് ഇപ്പൊ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ
ആള് കടന്നു വന്ന ജേണി എന്ന് പറയുന്നത് ചെറിയൊരു ജേണി ഒന്നും ആൾക്ക് കാണാൻ പറ്റുന്നില്ല. ഒരുപാട് സക്സസും ഒരുപാട് കാര്യങ്ങൾ അഭിമുഖീകരിച്ച് ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അഭിമുഖീകരിച്ച് വന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ജെനുവിൻ ആണ്. ഇപ്പൊ ഒരുപാട് കാര്യങ്ങളും സംഭവങ്ങളും ആളുടെ കയ്യിലുണ്ട്. ഇനി ഇവിടെ നിന്നുള്ള കർമാസ വെച്ചിരിക്കും ആളുടെ ജീവിതം മുന്നോട്ട് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. സോ നമുക്ക് നോക്കാം. യെസ്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫുള്ള് കാർഡും ആളുടെ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു കാർഡ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മുന്നോട്ട് എന്താണെന്ന്. സെക്കൻഡ് പൈൽ നിങ്ങൾ നോക്കിയോ, ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാർ തന്നെ സെക്കൻഡ് പൈൽ നോക്കിയോ, എനർജി മാറും. എനർജി മാറുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. എനിക്കിവിടെ കൂടുതലും ഫീൽ ചെയ്യുന്നത് എന്താണെന്നറിയാമോ, തുണിക്കട, അതുപോലെ തന്നെ ഷോപ്പിംഗ് മാള്, അതുപോലെ തന്നെ എന്താ പറയുക പുതിയ ന്യൂ ബിഗിനിങ്സാ. അതായത് വ്യക്തമായിട്ടുള്ള ഇൻഡ്യൂഷൻസ് ആൾക്ക് വരുന്നു. ഒരു പുതിയൊരു ബിസിനസ് മിക്കവാറും ആൾ ചെയ്യാനുള്ള താല്പര്യം ചെയ്യും കേട്ടോ. ഈ ഒരു സമയത്ത് ആൾ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഒരു കാർ വാങ്ങും മേ ബി, അല്ലെങ്കിൽ വീട് വാങ്ങും, അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് വാങ്ങും, അല്ലെങ്കിൽ പുതിയ ജോലിക്ക് പോകും, അല്ലെങ്കിൽ പുതിയ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പുതിയ സ്ഥലത്തോട്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അങ്ങനത്തെ ഒന്നുമല്ല. പക്ഷേ ന്യൂ ബിഗിനിങ്സ് ആണ്, റീബർത്ത് ആണ്. ആളുടെ ഒരു പുതിയ ജീവിതം ആൾക്ക് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. പണ്ടത്തെ എനർജിയോ കാര്യങ്ങളോ, പണ്ടത്തെ എനർജിയൊക്കെ മാറി കേട്ടോ. പണ്ടത്തെ ഒരു ഡൗൺ എനർജി, പണ്ടത്തെ ഒരു നെഗറ്റീവ്, പണ്ടത്തെ ഒരു ക്യാരക്ടറേ അല്ല ഈ വ്യക്തി, പണ്ടത്തെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ആളെ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. അത്രത്തോളം എനർജി, അത്രത്തോളം ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന, എൻജോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് വ്യക്തിയുടെ കല്യാണം ആയി, അല്ലെങ്കിൽ സെക്കൻഡ് മാരേജ് ആയി, അല്ലെങ്കിൽ കല്യാണത്തിലോട്ട് ആൾ എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായി, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ മൂഡിലോട്ട് ആൾ കടക്കേണ്ട ഒരു സമയമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണുന്നത്. മേ ബി പുതിയ ജോലി ആയിരിക്കാം, പുതിയ കരിയറിലായിരിക്കാം, പുതിയ ഫിനാൻസ് ആയിരിക്കാം, ഒരുപാട് ന്യൂ ബിഗിനിങ്സ് ആണ്, പുതിയ കാര്യങ്ങൾ ആളുടെ ലൈഫിൽ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആർക്കേഞ്ചലാണ് കൂടെ നിൽക്കുന്നത്. ആർക്കേഞ്ചിൽ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കറിയാം. കാരണം അത്രത്തോളം സപ്പോർട്ട് ചെയ്യും എന്നുള്ളതായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാർ ഈ വ്യക്തിനെ ഈ ഒരാളെ ഒരുപാട് പേര് നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. ഡ്രസ്സിങ്ങിലായാലും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഈ വ്യക്തി രക്ഷപ്പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അത്രത്തോളം ഇൻഡ്യൂട്ടീവ് ആണ്, അത്രത്തോളം ബുദ്ധിയാണ്, അത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ്, അത്രത്തോളം ഹൈ ലെവലിൽ വർക്ക് ചെയ്യേണ്ട ഒരാളാണ്, അത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം കുരുട്ട് ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഈ വ്യക്തിയുടെ അടുത്തോട് ചെന്നിട്ട് ഈ വ്യക്തി രക്ഷപ്പെടരുത്, ഈ വ്യക്തിയുടെ എനർജി അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനിൽ കാണാം. പക്ഷെ ഈ സമയം എന്ന് പറഞ്ഞാൽ സമയം മാറിയപ്പോഴത്തേക്കും ഈ വ്യക്തിനെ തൊടാൻ പോലും സമ്മതിക്കാണ്ട് ആർക്ക് ഏഞ്ചൽസും ഡിവൈൻസും എല്ലാം കൂടെ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു ടൈം പീരീഡ് കാണാൻ പറ്റുന്നത്. ഒരുപാട് സെലിബ്രേഷൻസ് ആണ്. ഫാമിലി വരെ ഇന്ന് ഈ വ്യക്തിയുടെ ഡിപ്പെൻഡഡ് ആണ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര കോഡീഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സക്സസിൽ എത്തുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ റീബർത്തിങ് ആണ് കാണാൻ പറ്റുന്നത്. ഒന്നിനോടും ഈഗോയോ പൊസസീവ്നെസ്സോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സക്സസ് ഈ വ്യക്തിയുടെ ജീവിതത്തിലോട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു എൻജോയ്മെന്റ് ഫുൾ ആയിട്ടുള്ള ഈ വ്യക്തി ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ തൂങ്ങി മരിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ പെട്ടെന്ന് ഡിപ്രഷനിലാകുക, പെട്ടെന്ന് വിഷമത്തിലാവുക, അങ്ങനെയുള്ള പെട്ടെന്ന് ഡിപ്പെൻഡഡ് ആവും. ഇപ്പം ഈ ആരെങ്കിലും സ്നേഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡൗണിലോട്ട് പോകും, ഭയങ്കര വിഷമത്തിലോട്ട് പോകും, പെട്ടെന്ന് ഇമോഷണൽ ഡൗൺ. ഒരു ചെറിയ ബിസിനസ് പൊട്ടിയാൽ തന്നെ അത്രത്തോളം എന്താ പറയാ ഡൗണിലോട്ട് പോയിട്ട് എല്ലാം നശിച്ചു എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ സമയം മാറിയപ്പോഴത്തേക്കും ആൾക്ക് ഹാപ്പിനെസ് വരാൻ വേണ്ടി തുടങ്ങി. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഈ വ്യക്തി ചിരിച്ചിട്ട് തന്നെ ഒരുപാട് നാളായി എന്ന് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പം ഈ വ്യക്തി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്നും പറഞ്ഞിട്ട് നല്ല സമയം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ അങ്ങനെ എന്നും നിൽക്കുന്ന ഒരു സമയമായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഒരുപാട് അംഗീകാരങ്ങളും ഒരുപാട് റെക്കഗ്നൈസേഷനും ഒരുപാട് ഫെയിമും ഒരുപാട് ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈവൻ ഈ വ്യക്തിയുടെ ചിരി, ഈ വ്യക്തിയുടെ എക്സ്പീരിയൻസ്, ഈ വ്യക്തിയുടെ എല്ലാം, ഈ വ്യക്തിയുടെ ഓറ, ഈ വ്യക്തിയുടെ സ്പർശനം തന്നെ പലർക്കും അത് ഞാൻ പറഞ്ഞു, നല്ല സമയം വരുന്ന സമയത്ത് എല്ലാവരും കൂടെ വരും. കാരണം എനർജി അത്രയും കിടക്കയില്ലേ. സോ ഈ വ്യക്തി ഇനി ആരെയും അടുപ്പിക്കുന്ന എനിക്ക് ഇവിടെ കാണാൻ പറ്റില്ല. കാരണം അത്രത്തോളം എനർജി എനിക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അത്രത്തോളം എനർജിയാണ് എനിക്ക് ഇവിടെ പാസ് ചെയ്തോണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് ആളുടെ എനർജി എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, സീരിയസ് ഞാൻ പറയാം. ആളുടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം എന്താണ് പറഞ്ഞത്, ചക്രാസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ചക്രാസ് എല്ലാം ആൾക്ക് ഉണർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം ആളുടെ ചിന്ത നിങ്ങളിലോട്ട് വന്നാലും നിങ്ങളുടെ ചിന്ത ആളിലോട്ട് പോകൂല എന്നുള്ളൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പവർ കാണാം, ഭയങ്കരമായിട്ടുള്ള പവറിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നത്. ആൾ വിചാരിച്ച് നിങ്ങളെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു കാണാൻ പറ്റുന്നത്. അത്രത്തോളം ഇൻഡ്യൂഷൻസും കാര്യങ്ങളും എല്ലാം എനർജിയും എല്ലാം ഉണർന്നു നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തിന്റെയൊക്കെ സത്യം ആ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നത്. ഒരുപാട് സത്യങ്ങൾ, ഒരുപാട് നിജം എന്താണ്, അല്ലെങ്കിൽ ഒരുപാട് കണക്ഷൻസ് ആൾക്ക് മനസ്സിലായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഹീലിംഗ്, അതുപോലെ തന്നെ സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും, ദൈവവിശ്വാസം, അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ, അതുപോലെ തന്നെ ഓറ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ആളെ സംബന്ധിച്ച് ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഗുഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പൊ കാണാൻ പറ്റും, ഞാൻ പറഞ്ഞില്ലേ
ഒരു കാർഡ് മാറി കിട്ടിയാൽ മതി, ബാക്കി എല്ലാ കാർഡും അങ്ങനെ വരുള്ളൂ. കാരണം അതാ ഞാൻ പറഞ്ഞ ആർക്കേഞ്ചിലാണ് ഫുള്ള് വരുന്നത്. ഹോപ്പാണ് ആളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഹോപ്പുണ്ട്. ഡിവൈൻ ആണ് ഇന്ന് ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ്സ്, ഞാൻ പറഞ്ഞ ന്യൂ ബിഗിനിങ്സ് ആണ് ആളെ സംബന്ധിച്ച് ആളുടെ ലൈഫിൽ എല്ലാം നേടിക്കൊണ്ടിരിക്കുന്നത്. ആൾക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട്. സമയം മാറുമ്പോഴത്തേക്ക് അറിയാലോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. പുതിയ കൺട്രീസിലോട്ട് പോകേണ്ടി വരും, പുതിയ ആൾക്കാരെ പരിചയപ്പെടേണ്ടി വരും, പുതിയ പുതിയ സിറ്റുവേഷൻസ് ജീവിതത്തിലോട്ട് വരേണ്ടി വരും, എനർജി മാറേണ്ടി വരും. അതുപോലെ തന്നെ എന്താ പറയാ, മാജിക്കൽ പവർ ആളെ സംബന്ധിച്ച് ഉണ്ടാവുന്നുണ്ട് ഈ സമയം എന്ന് പറയുന്നത്. ആളുടെ പർപ്പസ് എന്താണ്, ആളുടെ വാല്യൂ എന്താണ്, ആളുടെ ജീവിത ശൈലി എന്താണ്, ആൾക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി ആൾ കൂടുതലും അതിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. ടോട്ടലി എനർജി മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് മാനിഫെസ്റ്റേഷൻ. അതുപോലെ തന്നെ എന്താ പറയാ, ആൾക്ക് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ നല്ല പവർ ഉണ്ട് കേട്ടോ. ആളുടെ എനർജി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആളുടെ കണ്ണിനൊക്കെ ഭയങ്കര പവർ ഉണ്ട്. അതുപോലെ തന്നെ ഫെമിനിൻ എനർജി ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. മാജിക്കൽ പവർ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒക്കെ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിനെ പോയി ആരും ഒന്നും ഞോണ്ടാൻ നിൽക്കണ്ട. ബ്ലാക്ക് മാജിക് ഒക്കെ തരാൻ കഴിവുള്ള ആളായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണുന്നത്. ഈ കാർഡ് വെച്ചപ്പോൾ എനിക്ക് മാറി കേട്ടോ. എനർജി ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതൊരു മന്ത്രജാലം അല്ലെങ്കിൽ മായാജാലക്കാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ വ്യക്തി ആരുടെ കൂടെയാണോ ഉള്ളത് ആ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ഫെമിനിൻ എനർജി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് ഉള്ള ഒരു ആളായിട്ടാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത്. ഫെമിനിൻ എനർജി, മസ്കുലിൻ എനർജി ഉണ്ട് കേട്ടോ. ബട്ട് സോളിന് വലിയ പ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ആൾക്കാരെ സംബന്ധിച്ച് പാസ്റ്റിൽ നിന്നും വന്ന ആൾക്കാരാണ്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കൂടെയുള്ള ദൈവം തന്നെയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വ്യക്തമായിട്ടുള്ള ഹോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഞാനിവിടെ എനിക്കൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ട്. ആ ആള് നിങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനത്തെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര പവറാണ്. ഐ തിങ്ക് അങ്ങനെയൊക്കെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഞാൻ കൂടുതൽ ഇങ്ങനെ ഈ കാർഡ് വെച്ച് കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും എനിക്ക്. സോ അതെനിക്ക് കാർഡ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം കാർഡ് സിനിമ കണക്ക് കളിച്ചുകൊണ്ടിരിക്കുക. കാരണം സിനിമ കണക്ക് ഇങ്ങനെ ചില കാർഡുകൾ ഇങ്ങനെ സിനിമ കണക്ക് കളിക്കും. അവസാനം ആ ക്യാരക്ടർ നമ്മളെ ദേഹത്ത് കയറും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യമുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ സീനാണ്. എനർജി വെച്ചല്ലേ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനർജി വെച്ച് കളിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. സോ ഹാപ്പി ആയിട്ടാണ് ആൾ നിൽക്കുന്നത്. വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അൺകണ്ടീഷണൽ ഫീലിങ്സ് ആണ് ആളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത്. അതായത് ഒരുപാട് മനസ്സ് ആളുടെ കയ്യിലുണ്ട്. ഇമോഷൻസിൽ കറന്റ് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അൺകണ്ടീഷണൽ ബ്ലെസ്സിങ്സ് ആണ് ആളുടെ ലൈഫിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് പരീക്ഷ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് എനിക്ക് ഇതാണ് കാണാം. നിങ്ങൾ ആരാണോ മനസ്സിലാക്കി ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം ഇങ്ങനെയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ലാസ്റ്റ് കാർഡ് എനിക്ക് ഭയങ്കര ഫീലിംഗ് തോന്നിയ കാർഡാണ്. അത് ആ കാർഡ് വെച്ച് നമ്മൾ ഒരുപാട് കളിച്ചു കഴിഞ്ഞാൽ സീനാവും. അങ്ങനെ അപ്പം അതാണ് എനിക്ക് കാണാൻ പറ്റും. അതാണ് അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാമേ. സെക്കൻഡ് പൈൽ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാം. അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാമേ. സത്യം പറഞ്ഞാൽ സെക്കൻഡ് പൈൽ എനിക്ക് ഈ ഒരു കാർഡ് വെച്ച് എടുക്കണം എന്നുണ്ട്. പക്ഷെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാർഡ് സെക്കൻഡ് പൈലിന്റെ കാർഡ് ഇതല്ല എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം സെക്കൻഡ് പൈലിന്റെ കാർഡ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പൈല് ഓക്കെ ആയിരുന്നു. ആ ഒരു പൈല് വെച്ചെടുക്കാൻ പറ്റിയ ഫസ്റ്റ് പൈല് സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിന്റെ കാർഡ്സ് ഇത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ കാർഡ് തന്നെയാണ്. പക്ഷെ സെക്കൻഡ് പൈല് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് പൈല് എനിക്ക് സാധാരണ ഞാൻ ഈ ഒരു കാർഡ് വെച്ച് തന്നെയാണ് സെക്കൻഡ് പൈൽ എടുക്കുന്നത്. ബട്ട് എനിക്ക് ഈ ഒരു പൈൽ എൻ്റെ ഇൻറ്റ്യൂഷൻ പറയുന്നത് ഈ ഒരു കാർഡ് അതിന് ഉത്തമം അല്ല. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇതിലിപ്പോൾ ഏത് കാർഡ് സെക്കൻഡ് പൈലിന് എടുക്കും എന്നുള്ളൊരു ആലോചനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അവരുടെ കറക്റ്റ് സിറ്റുവേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പൈൽ എനർജിയുമായിട്ട് മാച്ച്ഡ് അലൈൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് വലിയ പ്രശ്നമുള്ള ഒരു സിറ്റുവേഷൻസ് അല്ല. സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് നമുക്ക് ഏത് കാർഡ് എടുക്കണം എന്ന് ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും ഇതിൽ ഏത് കാർഡ് വേണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബട്ട് ഈ ഒരു കാർഡ് അതിന് ഉത്തമമായിരിക്കും. ഈ കാർഡിന് എല്ലാം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാർഡിന് പറയാൻ പറ്റും. നമുക്ക് നോക്കാം. കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ഇത് തന്നെ മതി. ഇത് ഇച്ചിരി സീനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് പൈലുകാര് ഇത്തിരി
എന്താ പറയാ, സീനാണ്. ഐ തിങ്ക് എനിക്ക് സെക്കൻഡ് പൈലുകാരിൽ എനിക്ക് നല്ല നല്ല ഒരു ഫീലിംഗ് ഉണ്ട്. നല്ലൊരു ഫീലിംഗ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇച്ചിരി സീനാണ് സെക്കൻഡ് പൈലുകാര്. അതുകൊണ്ട് സെക്കൻഡ് പൈലുകാരെ കാർഡും അതേ കണക്ക് തന്നെ വരും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കറിയത്തില്ല, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താണെന്ന്. സോ സെക്കൻഡ് പൈൽ, ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിംഗ് ആണ് സെക്കൻഡ് പൈൽ. സെക്കൻഡ് പൈലുകാരുടെ ഒരു ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. പ്രാക്ടിക്കലി ജീവിക്കുന്ന ഒരു ആളായിട്ട് കാണാൻ പറ്റുന്ന ആൾ. ആഗ്രഹിക്കുന്ന പോലത്തുള്ള ആൾക്ക് ജീവിതം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവും. ആൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ആളുടെ കയ്യിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവും. ഫസ്റ്റ് പേയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പേയിൽ ടോട്ടലി ഡിഫറെന്റ് ആണ് കേട്ടോ. ആളുടെ പാഷൻ, ആളുടെ ആഗ്രഹം, ആളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആൾ ഏത് ലെവൽ വരെയും പോകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇങ്ങനത്തെ വ്യക്തികൾ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളൊരു 5 പേരുള്ള 5 പേരുള്ള ഒരു ഗ്യാങ് ആണ്. നിങ്ങൾ രണ്ടുപേരാണ് അതിനകത്ത് ടൈപ്പ്. പുറമേ നിന്നൊരു പയ്യൻ നിങ്ങളെക്കാളും ഗ്ലാമർ അല്ലെങ്കിൽ നിങ്ങളെക്കാളും ഒരു പെൺ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളുടെ കൂടെ നിൽക്കും, ആളുടെ കൂടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് നിങ്ങൾ മറന്ന് ആളുടെ അടുത്തോട്ട് പോകാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത്. എല്ലാം മറക്കും, ഒരു മനുഷ്യത്വം ഇല്ല, എല്ലാ കാര്യവും മറക്കും. ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. ഗിഫ്റ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ, ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ടെങ്കിലും ഒന്നും പഠിക്കത്തില്ല. ഈഗോ ഉണ്ട്, പൊസസീവ്നെസ് ഉണ്ട്, ആരും രക്ഷപ്പെടരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പണി കിട്ടുന്നുണ്ട്. ഒരുപാട് പണി എന്ന് പറയുമ്പോഴത്തേക്കും ലൈഫിൽ, ജീവിതത്തിൽ കിട്ടാത്ത പണികളില്ല. അത്രത്തോളം അഹങ്കാരം, അഹംഭാവമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വലിയ ആളാണ്, അല്ലെങ്കിൽ കുറച്ചൊന്ന് സക്സസ് ആകുമ്പോൾ തന്നെ ഞാൻ വലിയ ആളാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈഗോയിസ്റ്റിക് മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് ജീവിതത്തിൽ എപ്പോഴും സക്സസ്സും ആണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് പറഞ്ഞ ഗിഫ്റ്റഡ് പേഴ്സൺ ആണെന്ന്. പൈസ വന്നുകൊണ്ടിരിക്കും, കരിയർ സക്സസ് ആയിക്കൊണ്ടിരിക്കും, ഒരു ഇമോഷൻസും ഇല്ല, കർമ്മ കിട്ടത്തില്ല, ഒരുപാട് സക്സസ് ഉണ്ടാവുന്നുണ്ട്. ഇമോഷണലി ആരെ വേദനിപ്പിച്ചാലും, ഇമോഷണലി ആരെ കൊന്നാലും, ആരെ നെഗറ്റീവ് ചെയ്താലും ഈ വ്യക്തി ഭയങ്കരമായിട്ടുള്ള സക്സസിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കും. ഈ വ്യക്തി കാരണം ഒരുപാട് പേര് ഒരു നാസിസ്റ്റ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞതല്ലേ, ഡിവൈൻ എനിക്ക് കാർഡ് കാണിച്ചു തരുമെന്ന്. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റിലേ പറഞ്ഞ കാര്യമാണ്, ആ കാർഡ് വർക്കൗട്ട് ആവില്ല, ഈ കാർഡ് ഇതിന് വർക്കൗട്ട് ആവുന്നത്. സോ നമുക്ക് ആ പവർ നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം പോലും ഈ വ്യക്തിനെ ചേഞ്ച് ആക്കുന്നില്ല. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തി വളർന്നുന്ന സാഹചര്യം ഒരുപാട് സീനാണ്. നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയാണ്. അതായത് ആരെ നോയിപ്പിച്ചും ആരെ വിഷമിപ്പിച്ചും ആള് എന്തും നേടിയെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഉഗ്രമൂർത്തികളായിരിക്കും ഈ വ്യക്തി ആരാധിക്കുന്നത്. അതായത് സാധാരണ നമ്മളെ മാന്യമായിട്ടുള്ള ദൈവങ്ങളെയൊന്നും ചാത്തൻ അങ്ങനെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ നശിക്കാൻ വേണ്ടിയിട്ട് എന്തും ചിന്തിക്കും. അങ്ങനത്തെ എനിക്ക് ഫസ്റ്റ് കാണാൻ ഇങ്ങനെ കിട്ടിയത്. മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി മേ ബി ഒരു പുറം കൺട്രീസിലുള്ള വ്യക്തിയായിരിക്കാം, ഒരുപാട് ലോകപരിചയം ഉള്ള വ്യക്തിയായിരിക്കാം, ഒരുപാട് പണത്തിന്റെ അഹങ്കാരമുള്ള വ്യക്തിയായിരിക്കാം, എന്താ പറയാ, കഴിവുള്ളതിന്റെ പേരിൽ ഒരുപാട് അഹങ്കാരം കാണിച്ച് നടക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കഴിവുണ്ടായതിന്റെ പേരിൽ ഭയങ്കര അഹങ്കാരം കാണിക്കുന്ന വ്യക്തിയായിരിക്കാം. എല്ലായിടത്തും ഭയങ്കര ഈഗോ പേഴ്സൺ ആണ്. അതായത് വളർന്നു വന്ന സാഹചര്യം, വളർത്തിയ സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ആർക്കും ഒരു വാല്യൂ കൊടുക്കത്തില്ല, ആർക്കും ഒരു റെസ്പെക്ട് കൊടുക്കത്തില്ല, ആരെയും ഒരു തല പൊക്കി ഒന്നും ചിരിക്കത്തില്ല, ആർക്കും ഒന്നും വെറുതെ ചെയ്തു കൊടുക്കത്തില്ല. അങ്ങനത്തെ ഒരാളായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. പക്ഷെ ആളുടെ അടുത്തും ഒരു ഇതില്ല. എന്തിന് ഇവരൊക്കെ ജീവിക്കണം എന്നവരെ എനിക്ക് പോലും അറിയാൻ വയ്യ. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആൾക്കാരെയൊക്കെ, ഡെവിൾ എനർജി ആയിരിക്കണം. ചില ആൾക്കാരെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. കാർഡ് ഞാൻ മുന്നോട്ട് ഫുള്ള് വായിച്ചിട്ടേ പോകുള്ളൂ. എല്ലാ കാർഡും ഞാൻ എടുത്ത് പറഞ്ഞിട്ടേ പോകുള്ളൂ. കുറെ കാർഡുണ്ട്, നമുക്ക് അതൊക്കെ നോക്കിയിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ് പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും ഒരാളുടെ ഇത് ഇതാക്കാൻ നിൽക്കല്ലേ, നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരാളുടെ അല്ലേ. അപ്പം പറയണമെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ, നിങ്ങൾ അവരെ നിന്നൊക്കെ മാറി നിൽക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും എന്നുള്ളതിന് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ ചോര നീരൊന്നും ഇല്ലാത്ത ആൾക്കാരായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്.
എനർജി വാമ്പയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് സൈക്കോപാത്താണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒന്നും മനസ്സറിഞ്ഞ് കൊടുക്കത്തില്ല, ഒന്നും ആർക്കും മനസ്സറിഞ്ഞ് ചെയ്യത്തില്ലാത്ത ഒരു ക്യാരക്ടർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നെഗറ്റീവ് കണ്ട് പോസിറ്റീവ് ആവും. അതായത് നമ്മളെ കുത്തി കൊന്നിട്ടായാലും നമ്മുടെ മനസ്സ് വേദനിപ്പിച്ചായാലും അവർക്ക് കിട്ടാനുള്ള ആ എനർജി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ അവർ സക്സസ്സിലായാൽ മതി എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു തരം ആൾക്കാരാണ് എന്നുള്ളതായിട്ടാണ് സെക്കൻഡ് പേര് ചൂസ് ചെയ്തത്. നിങ്ങൾ ആരാണോ മനസ്സിൽ വെച്ചാൽ ആ വ്യക്തികളായിട്ടാണ് എനിക്ക് ചില അധികം ആൾക്കാരെ ഇന്നറിൽ കിട്ടുന്നത്. ഇന്നറാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ വ്യക്തിയിൽ ഡിപ്പെൻഡഡ് ആയിരിക്കും, നിങ്ങൾ ഈ വ്യക്തിയിൽ സ്നോഫ്ലേക്ക് ആയിരിക്കും, നിങ്ങൾ ഈ വ്യക്തിയിൽ ഭയങ്കരമായിട്ട് മനസ്സ് കൊടുത്ത് നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയി പോയിട്ടുള്ള ആൾക്കാരായിരിക്കണം സെക്കൻഡ് പേര് ചൂസ് ചെയ്ത ആൾക്കാർ എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിയുടെ അടുത്ത് ഒരു 2 പേര് ഈ വ്യക്തിയുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കളിയാക്കാൻ ആൾക്ക് ഒരു പാടുമില്ല. നിങ്ങളെ വെച്ച് ഇയാൾ പൈസ ഉണ്ടാക്കും, അല്ലെങ്കിൽ നിങ്ങളെ വെച്ച് ഇയാൾ കളിയാക്കി നിങ്ങളുടെ എനർജി എല്ലാം ഊറ്റിയെടുക്കും. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആൾ സംസാരിക്കും, നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങളെ പെർഫോമൻസ് ചെയ്യും. നാട്ടുകാരെ കാണാൻ അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ആൾ എന്തും ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഓറ ഈ വ്യക്തിയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഡിപ്പെൻഡന്റഡ് ആവും. അതായത് ആ വ്യക്തി ഫുള്ള് വലിച്ചെടുത്ത് നിങ്ങളെ കൺട്രോളാക്കും. എന്നിട്ട് ആളില്ലാത്ത കഥകൾ പറയും, ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൺട്രോളിലാക്കി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ വെച്ച് ചെയ്യും. പക്ഷെ ഈ വ്യക്തികൾക്ക് അറിയത്തില്ല നിങ്ങളുടെ കൂടെ ഉള്ളത് ജെന്യുവൻ ആയിട്ടുള്ള ഡിവൈൻ സപ്പോർട്ട് ആണ് എന്നുള്ളത്. ഇവർക്ക് കാലം മാറി കഴിയുമ്പോഴത്തേക്കും കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കിട്ടാനുള്ളത് കിട്ടും. അത് ഞാൻ പറയേണ്ടതാണ്. പക്ഷേ ഈ വ്യക്തി ആൾക്കാരുടെ അടുത്ത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, പെട്ടെന്ന് ചേഞ്ച് ആവാനുള്ള കഴിവുണ്ട്, ഭയങ്കര അമേസിംഗ് ആണെന്ന് ആൾ തന്നെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സമയം മാറുമ്പോൾ എല്ലാം ചേഞ്ച് ആവുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ടും പൊക്കും ഈ വ്യക്തിനെ. വീട്ടുകാരായാലും നാട്ടുകാരായാലും സമയത്തിനനുസരിച്ച് നിൽക്കുന്നതാണ്. പക്ഷേ ഈ വ്യക്തിക്ക് മനസ്സിൽ, കാരണം ഒന്നാമത്തെ കാര്യം ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ട്രോമാസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വ്യക്തി ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഈ വ്യക്തി പഠിച്ചത് അല്ലെങ്കിൽ അനുഭവം ഒരുപാട് ഡെവിൾ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ആളെ സംബന്ധിച്ചുണ്ട്. അതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആളുടെ കിട്ടിയ ട്രോമയായിരിക്കും ഈ വ്യക്തിനെ സംബന്ധിച്ച് ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളിലോട്ടും ഇറക്കുന്നത് എന്നുള്ളതായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ആൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും ഒരുപാട് സക്സസ്സുമാണ് വരുന്നത്. കർമ്മ റിലേറ്റഡ് ആളൊന്നും തന്നെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നില്ല. ആളൊന്നിലും ബോധേടുമല്ല. അതായിരിക്കും ആളെ സംബന്ധിച്ച് വലിയ പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒന്നിലും ബോധേടല്ല, പ്രാക്ടിക്കലി കാര്യങ്ങൾ ചിന്തിച്ചെടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആരെന്തൊക്കെ ചെയ്താലും ആളൊന്നിനും അതായിരിക്കും ആളുടെ മനസ്സ് ഭയങ്കര കട്ടിയായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ആളുടെ അടുത്ത് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആൾക്ക് ഒരു ചുക്കും പുണ്ണാക്കും ഇല്ലാത്ത ഒരു ആളായിട്ടാണ് കാണാൻ പറ്റുന്നത്. യൂണിവേഴ്സൽ സപ്പോർട്ടോ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നില്ല. ആൾ കൂടുതലും ആളുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ അടുത്ത് നെഗറ്റീവ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒന്നാമത്തെ കാര്യം ഈ വ്യക്തിയുടെ ജീനാണ്. ഈ വ്യക്തിയുടെ അച്ഛൻ, ഈ വ്യക്തിയുടെ അപ്പൂപ്പൻ, ഈ വ്യക്തിയുടെ അങ്ങോട്ടുള്ള സമയം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കാലചക്രം അല്ലെങ്കിൽ ഇവരുടെ കുടുംബം അല്ലെങ്കിൽ അവർ കടന്നു വന്ന സംഭവം എന്ന് പറയുന്നത് ആ ഒരു രീതിയായിട്ടൊക്കെയാണ്. ഇവരുടെ കുടുംബം അത്ര ഇതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവരുടെ ജീൻ അങ്ങനത്തെ ജീനാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്പിരിച്വാലിറ്റിയിലൊന്നും വലിയ വിശ്വാസം കാണില്ല, ഇമോഷനിൽ ഭയങ്കര വിശ്വാസം കാണില്ല. ആള് മേ ബി ഒരു ഇത്തിരി ബൾക്കായിട്ടുള്ള ഇത്തിരി പണമൊക്കെ ഉള്ള ഫാമിലി ആയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ, പണ്ടത്തെ ആൾക്കാരെന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഇത് ഗാംഭീര്യമുള്ള പ്രൗഢിയൊക്കെ ഉള്ള ഫാമിലിയാണ് എന്നൊക്കെ ഉള്ള സംഭവങ്ങളില്ലേ, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കണം മേ ബി. ഇവർക്ക് അറിയത്തില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വലിയ വിശ്വാസമോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ വിശ്വസിക്കുന്നത് വേറൊരു രീതിയിലുള്ള വിശ്വാസമായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ച്. മാനസികപരമായിട്ടുള്ള ഇമോഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല ഇവർക്ക്. ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് കൂടുതലും എന്താ പറയാ, ഈ അച്ഛൻ്റെ പാരമ്പര്യം, അമ്മയുടെ പാരമ്പര്യം, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിട്ടാണ് കാണാം. അവർ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ, അവർ പറഞ്ഞു കൊടുക്കുന്ന വിശ്വാസം, അവരുടെ ട്രസ്റ്റ്, അതിൽ മാത്രം ജീവിച്ചു പോകുന്ന ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫാമിലി റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ജീനാണ്, ജീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫാമിലി റിലേറ്റഡ് ആയിട്ട് കിട്ടിയ ജീൻ അനുസരിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. സ്വന്തം അനുഭവങ്ങളോ സ്വന്തം ഇതൊന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ മതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, അതൊക്കെ ഭയങ്കര സീനാണ്. അതൊക്കെ പറയാൻ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ജാതി മത വിശ്വാസത്തിലൊക്കെ ഭയങ്കര ഇതാണ്. അതായത് ചെറിയ ആൾക്കാർ, വലിയ ആൾക്കാർ, അവനെ വീട്ടിൽ അടുപ്പിക്കത്തില്ല, ഇവനെ വീട്ടിൽ അടുപ്പിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറില്ലേ. സീരിയസ്ലി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അയിത്തം, അങ്ങനെയൊക്കെയുള്ള ഇപ്പോഴും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പട്ടികൾ അടുപ്പിച്ചാൽ പോലും മനുഷ്യന്മാരെ താഴ്ന്ന ജാതിക്കാർ അടുപ്പിക്കത്തില്ല ആൾക്കാരായിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറഞ്ഞു പോയ ആൾക്കാർ അടുപ്പിക്കത്തില്ല, പൈസ കുറഞ്ഞ ആൾക്കാർ അടുപ്പിക്കത്തില്ല, പന്തിപക്ഷം ഉള്ള ആൾക്കാർ. പന്തിപക്ഷം എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ?
അതായത് കുറഞ്ഞത്, വലിയവൻ അങ്ങനെയൊക്കെയുള്ള ഇതില്ലേ, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യുന്ന, കറുപ്പിനെ അടുപ്പിക്കത്തില്ല. ആൾക്ക് വേണ്ടത് ആളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, ആളുടെ പാരമ്പര്യമുള്ള, ആളുടെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട, ആൾക്ക് ഒതുങ്ങി ജീവിക്കുന്ന ഒരു ആളെ മാത്രമാണ് ആൽഫ മെയിലോ ആൽഫ ഇതുമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആൾക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ ആളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ മാത്രം, ഒരു ഡിപ്പെൻഡന്റ് ആണ്, പട്ടികളെ കണക്ക് കൊണ്ട് നടക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാനിങ്ങനെ പറയുന്നത് നിങ്ങളൊന്നും വിചാരിക്കരുത്, കാരണം കാടി കാണിച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ആൾക്ക് കർമ്മ കിട്ടാത്തൊരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നത്. എല്ലാ പരിപാടിയും ഉണ്ട് ആളെ സംബന്ധിച്ച്. നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരാളായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ആൾക്ക് ആൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ. ദൃഷ്ടിദോഷം ഉണ്ട് ആൾക്ക്, അതുപോലെ തന്നെ എന്താ പറയാ, ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട്, കൂടോത്രം തന്നെ ഈ വ്യക്തി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഏക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് പാരമ്പര്യത്തിന്റെ ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പാരമ്പര്യം ഉള്ള ആളായതുകൊണ്ട് തന്നെ ആൽഫ ക്യാരക്ടർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരെയും അങ്ങോട്ട് അടുപ്പിക്കാനുള്ള, എല്ലാരെയും എല്ലാ ഓറേനെയും ആളുടെ വശത്തോട്ട് അടുപ്പിക്കാനുള്ള ഒരു പവർ ആളിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പൊ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് ആൾ ഒരുപാട് ഫൈറ്റ് ചെയ്ത് കാര്യങ്ങൾ നേടുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നെ വ്യക്തമായിട്ട് ആൾക്ക് എല്ലാ കാര്യങ്ങളും താരതമ്യം ചെയ്യാൻ അറിയാന്നുള്ള ഒരു ആളായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അതായത് ഇവിടെ മേജർലി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളെ സംബന്ധിച്ച് അടിച്ചമർത്തല്, നശിപ്പിക്കല്, അതുപോലെ തന്നെ എന്താ പറയാ, ആളുടെ ഒരു സോളിന്റെ പവർ ഉണ്ട്, അല്ലെങ്കിൽ ആളുടെ ഒരു ഓറ പവർ ഉണ്ട്, ആളുടെ ഒരു നിലപാടുണ്ട്, അല്ലെങ്കിൽ ആളുടെ ഒരു ന്യായമുണ്ട്. അതിനനുസരിച്ച് മാത്രം ആള് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. എനിക്കിവിടെ ഒരുപാട് ക്യാരക്ടറൈസേഷൻ ആണ് കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ക്യാരക്ടർ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നേടി, ഒരുപാട് കാര്യങ്ങൾ അച്ചീവ്മെന്റ്സ് ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും ഇപ്പം കറന്റ് സമയം കുറച്ച് മോശം സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. കാരണം ഈ വ്യക്തിയുടെ കൂടെ നിന്ന് തന്നെ കുറച്ചധികം ആൾക്കാർ, ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർ ഭയങ്കരമായിട്ടും പണിയുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് എനർജി ആളുടെ ജീവിതത്തിൽ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആള് സ്വയമേ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആൾക്ക് വിഷമം എത്ര എന്ന് പറഞ്ഞാലും മനുഷ്യനല്ലേ. സോ ആള് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് ഈ സമയത്ത് കാണാൻ പറ്റുന്നു. പക്ഷെ വിഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആൾ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കറക്റ്റ് പറയുന്നുണ്ടെങ്കിൽ ആൾക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആള് ചെയ്തത് തന്നെയാണ് ന്യായം, ആള് ചെയ്തത് തന്നെയാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആള് കാണാൻ പറ്റുന്നത്. അതായത് ആളുടെ തൂക്കം, അല്ലെങ്കിൽ ആളുടെ കാര്യം, അല്ലെങ്കിൽ ആളുടെ നിലപാട് എപ്പോഴും പൊന്തി നിൽക്കണം, ആള് എപ്പോഴും ഉയർന്നു നിൽക്കണം എന്നുള്ളൊരു ക്യാരക്ടറാണ്. ആൾക്ക് ഒരിക്കലും ഒരു താഴ്ച ഉണ്ടാവരുത്, ആളെപ്പോഴും ആള് ചെയ്തതാണ് ശരി എന്നുള്ള ഒരു ക്യാരക്ടറിൽ പിടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുക. ഒരിക്കലും ആള് ആ ഒരു കാര്യത്തിന് ആൾ ഒരിക്കലും താഴ്ന്നു കൊടുക്കത്തില്ല, ഒരിക്കലും താഴ്ന്നു കൊടുക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുക. ഭയങ്കരമായിട്ടും വാശിയുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ആളെ സംബന്ധിച്ച് ഒരുപാട് സിറ്റുവേഷൻസ്, ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ തന്നെ. ഒരുപാട് നഷ്ടപ്പാടുകളും ഒരുപാട് വേദനകളും ഒരുപാട് എന്താ പറയുക പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സമയം ആയിട്ട് തന്നെയാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ആളുടെ കൂടെ ഉള്ള ഒരുപാട് ആൾക്കാർക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. ആളുടെ ക്യാരക്ടറിനനുസരിച്ച്, അല്ലെങ്കിൽ ആളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ അറിയാം ആള് ചെയ്ത കർമ്മയാണ്, അല്ലെങ്കിൽ ആള് ചെയ്ത സിറ്റുവേഷൻസ് ആണ് ആള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആള് ഈ സമയം ഇവിടെ വെച്ച് നോക്കിയാണെന്നുണ്ടെങ്കിൽ ചില എനർജീസ് ഇവിടെ മാറുന്ന സമയത്ത് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ആളുടെ കൂടെ ഉള്ള ആൾക്കാർ ഈ വ്യക്തിനെ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന, ഒരുപാട് ആൾക്കാർ പണിയുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാർ കൂടെ ഉണ്ട്, ഇപ്പൊ അച്ഛനും അമ്മയും കൂടെ ഉണ്ട്, ഈ വ്യക്തിനെ ആലോചിച്ച് ഫാമിലി വിഷമിക്കുന്നുണ്ട് കേട്ടോ. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കൂട്ടുകാരായാലും ഫാമിലി ആയാലും ഭയങ്കരമായിട്ടും വിഷമിക്കുന്നുണ്ട് ഉള്ള ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണുന്നത്. കാരണം ഈ വ്യക്തിയുടെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ ബ്ലാക്ക് മാജിക് എഫക്ട്, നെഗറ്റീവ് എഫക്ട്, അതുപോലെ തന്നെ എന്താ പറയാ, ഈ വ്യക്തിനെ ഒരുപാട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സക്സസ് ആയി നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന, ഒരുപാട് നോളജും കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ പോലും കറന്റ്ലി കുറച്ചധികം മോശം സിറ്റുവേഷനിലാണ് ചില എനർജീസിന് ഇവിടെ കാർഡ് മാറുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിനെ സംബന്ധിച്ച് ഈ വ്യക്തിയുടെ കൂടെ നിന്ന് ഒരുപാട് പേര് ഈ വ്യക്തിനെ ഒറ്റിയിട്ടുണ്ട്, ഒരുപാട് പേര് ചതിച്ചിട്ടുണ്ട്. ഈ വ്യക്തി നല്ലത് എന്ന് കരുതി, അല്ലെങ്കിൽ ഈ വ്യക്തി കൂടെ കൂട്ടാം, ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞ, എല്ലാം ഷെയർ ചെയ്ത, ഈ വ്യക്തി ജെന്യുവിൻ ആണ് എന്ന് കൂടെ ചേർത്ത എല്ലാ വ്യക്തികളും
ഈ വ്യക്തിയെ അങ്ങനെയല്ല കണ്ടത്, വേറൊരു രീതിക്കൊക്കെ പെരുമാറി വ്യക്തിനെ ഒരുപാട് ചതിച്ചിട്ടുണ്ട്. കാരണം ഒരു സ്നോ ഫ്ലേക്ക് ആയിരിക്കണം. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ചില എനർജീസ് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് കൂട്ടത്തിൽ കൂടുമ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും, കൂടെ നിൽക്കുമ്പം നല്ല സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും, ഫാമിലി കൂടെ ഉള്ളപ്പോഴും അല്ലെങ്കിൽ ആൾക്കാർ കൂടെ ഉള്ളപ്പം നല്ല സമയമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പൈസയൊക്കെ ഉള്ളപ്പം ഒരുപാട് കാര്യം ചെയ്യാൻ നമുക്ക് തോന്നും. ഒരുപാട് എനർജീസ് ഒരുപാട് പറ്റിക്കലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും സമയം മാറുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ ഇഷ്യൂസ് എല്ലാം മാറും എന്നുള്ള സിറ്റുവേഷനിലേക്കാണ് നമ്മൾ. കാരണം എനർജി എനിക്കിവിടെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, കാർഡ് മാറുമ്പോൾ എനർജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെയും അത് അഫക്ട് ചെയ്യും. സോ എനിക്ക് കിട്ടുന്ന ഇൻറ്റ്യൂഷൻസും കാർഡ് മാറുമ്പോൾ മറ്റുള്ള മുന്നേ പറഞ്ഞ കാർഡുകളൊക്കെ മാറിയിട്ട് വേറെ എനർജീസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. കാരണം അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ചാണ്. അതായത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്റെ വ്യക്തിനെ കുറിച്ചല്ലല്ലോ പറയുന്നതെന്ന് ചിന്തിക്കുമ്പോൾ മേ ബി അങ്ങനെ വരും. അതായത് നിങ്ങളിപ്പോൾ ചിന്തിക്കണം, ഇവൻ പറയുന്നത് എന്താണ്, ഞാൻ ഒരു കണക്റ്റഡ് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി അവിടെ ചിന്തിക്കുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ കിട്ടും. സോ അപ്പം അങ്ങനെ കാർഡ് മാറും. ഇവിടെ ഇപ്പൊ മേജർലി കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ആള് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാളുണ്ട്. ആ ഒരു വ്യക്തി വന്നപ്പോൾ തന്നെ ഈ വ്യക്തി കുറെ കാര്യങ്ങൾ ആള് റിയലൈസേഷൻ ചെയ്തു. ഈ വ്യക്തി ആഗ്രഹിച്ച കണക്കോ, ഈ വ്യക്തി ജീവിക്കണം എന്ന് വിചാരിച്ച കണക്കോ, ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്ത കണക്കോ അല്ല ഈ വ്യക്തിയുടെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോയത്. വിധി പ്രകാരം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രവൃത്തി പ്രകാരം ഒരുപാട് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഈ വ്യക്തി ഒരു ഭയങ്കര അഹങ്കാരം, ഭയങ്കര പീക്ക് സ്റ്റേജിൽ നിന്ന സമയത്ത്, അല്ലെങ്കിൽ വലിയൊരു സക്സസിലും വലിയൊരു കാര്യത്തിൽ നിന്ന സമയത്ത് ഈ വ്യക്തി നല്ലൊരു ട്രോമ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു അടി ഈ വ്യക്തി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് എക്സൈറ്റ്മെന്റിലും ഒരുപാട് പണത്തിന്റെ പീക്കിലും ഒരുപാട് വലിയ വലിയ ഉയരത്തിൽ നിന്ന സമയത്ത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഭയങ്കര, അതായത് സ്വരം നന്നാവുമ്പോഴത്തേക്കും പാട്ട് ശരിയാവില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന സമയത്ത് ആൾക്ക് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു അടി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു 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 അൾട്ടിമേറ്റ് ഫ്ലോപ്പ് ഈ വ്യക്തിയുടെ ലൈഫിൽ നടന്നു. അത് കുഞ്ഞ് കാലത്തെ കർമ്മങ്ങളായാലും വളർന്നു വന്നൊരു സമയത്തെ കർമ്മങ്ങളായാലും ആളുടെ പ്രവൃത്തിയായാലും അതിനെ ഒരുപാട് ഇതായിട്ടുണ്ട്. കാരണം ഈ വ്യക്തിനെ അടിച്ചൊതുക്കി എന്ന് അല്ലെങ്കിൽ അടിച്ചമർത്തി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് കാണാൻ പറ്റും. അത് എനർജറ്റിക്കലി ആണ് ഭയങ്കരമായിട്ടും വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടി വന്ന സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ സമയത്ത് ഈ വ്യക്തിയുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസും അങ്ങനത്തെ ഒരു പ്രോബ്ലംസും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണാം. ഈ വ്യക്തിക്ക് നല്ല പേടിയുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യുന്നതിന്, ഇപ്പം കറന്റ് ഇവിടെ എനർജി കിട്ടുന്നതാണ്, ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് ആൾക്ക് നല്ല പേടിയുണ്ട്. ഒരു 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 തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പേടിക്ക് പിന്നെയും ചൂടുവെള്ളം കാണുമ്പം ഇതാവുമെന്ന് പറയത്തില്ലേ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് ആളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. എന്തോ നല്ലൊരു പ്രോബ്ലം ഈ വ്യക്തിയുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്, ഒരു ഇൻസിഡന്റ്, ഒരു ട്രോമ, അല്ലെങ്കിൽ നല്ലൊരു അനുഭവം ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. ആരോ മൂലം, ഏതോ വ്യക്തി മൂലം, അല്ലെങ്കിൽ നല്ല ബ്ലാക്ക് മാജിക് മൂലം, അല്ലെങ്കിൽ നല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആൾക്ക് എന്തോ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിക്ക് ആൾ പേടിക്കുന്ന ഏതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻസോ എന്തോ ഒരു ആളുണ്ട് എന്നുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സമയം കർമ്മ റിലേറ്റഡ് ആണ്. ചില സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കർമ്മ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തിനെ സംബന്ധിച്ച് കറന്റ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ വ്യക്തി ഇപ്പൊ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ വ്യക്തി പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിച്ച ഈ വ്യക്തി ഒരുപാട് ചലഞ്ചസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് വേണം എന്ന് ആഗ്രഹിച്ച, അല്ലെങ്കിൽ ആൾ പാഷനേറ്റ് ആയിട്ട് എന്തോ കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും ആളുടെ ലൈഫിൽ നടക്കാതെ പോയതിനുള്ള ചില ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും, നല്ല സമയം പോയതിനുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, ആളുടെ എഡ്യൂക്കേഷൻ പോയതിനുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, ആളുടെ മൈൻഡ് സെറ്റ് പോയതിനുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. ചില ഫ്രസ്ട്രേഷൻസ് ആളെ സംബന്ധിച്ച് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ, ചില ആൾക്കാരെ ലൈഫിൽ അടുപ്പിച്ചതിന്റെ പേരിലും, ചില ആൾക്കാരെ കണ്ണും പൂട്ടി വിശ്വസിച്ചതിന്റെ പേരിൽ, ചില ആൾക്കാരെ ലൈഫിൽ കൂടെ നിർത്തിയതിന്റെ പേരിലൊക്കെ ഒരുപാട് വിഷമിച്ച ഒരു സിറ്റുവേഷനിലായിട്ട് ആളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആള് വിദേശത്തോട്ടോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ആളെ സംബന്ധിച്ച് ആളിനെ അങ്ങനെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ആളിന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. കറന്റ്ലി ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, പെട്ടെന്നുണ്ടായ ഒരു ഇൻസിഡന്റ്, സഡൻലി ആളുടെ ലൈഫിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് മൂലം ആൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മേജറിൽ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ വ്യക്തിയുടെ കീഴിൽ ഒരുപാട് പേര് പണിയെടുക്കുന്ന, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരുപാട് പേർക്ക് കർമ്മ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് പേർ കർമ്മ എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം, ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭാഗമായിട്ടായിരിക്കാം, ഫാമിലിയുടെ ഭാഗമായിട്ടായിരിക്കാം, മാരേജിന്റെ ഭാഗമായിട്ടായിരിക്കാം, റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ടായിരിക്കാം. ഒരുപാട് ഞാൻ പറഞ്ഞില്ല, മുന്നേ പറഞ്ഞ കാർഡുമായിട്ട് ഇപ്പൊ കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. അതായത് മുന്നേ പറഞ്ഞ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും
താഴ്ന്ന ജാതി അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ. സോ അതുമായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സമയം ഈ വ്യക്തി ഇതിന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ കംഫർട്ട് സോൺ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ആൾ കൂടെ അടുപ്പിക്കത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ കോമഡി. ഈ വ്യക്തിയുമായിട്ട് ഹൈ എനർജിയിലുള്ള ആരും ഈ വ്യക്തി അടുപ്പിക്കില്ല. അതായത് ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊന്നും ഈ വ്യക്തി അടുപ്പിക്കത്തില്ല. ഈ വ്യക്തിനെ ഈ വ്യക്തിനെ പുകഴ്ത്തി പറയണം, ഈ വ്യക്തിനെ കൂടെ നിൽക്കുന്ന ഒപ്പം എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ അടുപ്പിക്കൂ. ഈ വ്യക്തിനെ ഒന്ന് നെഗറ്റീവ് ആക്കുന്ന വ്യക്തി, ഈ വ്യക്തിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആരാണോ ആ വ്യക്തിനെ ഈ വ്യക്തി കുതികാലടിച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നശിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിക്ക് ഡിപ്പെൻഡഡ് ആവണം, ഈ വ്യക്തിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും പറയാൻ പാടില്ല ആരും. അതായത് ഇവനാണ് രാജാവ് അല്ലെങ്കിൽ ഇവളാണ് രാജാവ് അല്ലെങ്കിൽ ഈ വ്യക്തിയാണ് രാജാവ്. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ അടുപ്പിക്കത്തുള്ളൂ. അല്ലാത്ത ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞങ്ങ് വിടും. ഇപ്പം ഈ വ്യക്തിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരു കുറ്റം ഉണ്ടാവും, അങ്ങനെയാണ് അല്ലെങ്കിൽ നല്ലതിനായിരിക്കും പറയുന്നത് മന്നെ രക്ഷപ്പെടണം. പക്ഷെ ആ വ്യക്തിനെ കുതികാലടിപ്പിച്ച് നശിപ്പിച്ചതിന് ശേഷം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റും. ഡാർക്ക് എനർജിയാണ്, സീരിയസ്ലി ഡാർക്ക് എനർജി ആയിട്ടാണ് ഇവിടെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നത് ചില ആൾക്കാരെ സംബന്ധിച്ച്. സോ ഇവിടെ ഇപ്പൊ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിനെ സംബന്ധിച്ച് ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് ടോട്ടലി എൻഡ് ആകാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. ഈവൻ റിലേഷൻഷിപ്പ്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എൻഡ് ആയതിനു ശേഷം പുതിയ ചില കാര്യത്തിലോട്ട്, പുതിയ ചില സ്ഥലങ്ങളിലോട്ട്, പുതിയ കർമ്മ റിലേറ്റഡ് ആയിട്ട് പുതിയ സിറ്റുവേഷൻസ് ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് വെച്ചെടുത്ത് വെച്ച് കാർഡ് നോക്കിയിടുന്നുണ്ടെങ്കിൽ ഈ കാർഡ് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഡയറക്ഷൻ മാറ്റമാണ് അല്ലെങ്കിൽ ടോട്ടലി ചേഞ്ച് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ടോട്ടലി എന്താ പറയാ, ചില ആൾക്കാരെ സംബന്ധിച്ച് ടോട്ടലി ഭയങ്കരമായിട്ട് മാനസികാവസ്ഥ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ കൂടുതൽ എനിക്ക് ഈ ഒരു റീഡിങ് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഫുള്ള് ഒരു വേറൊരു രീതിക്ക് അല്ലെങ്കിൽ വേറൊരു എനർജറ്റിക്കലി ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആ ഒരു എനർജിയിലൂടെ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് അഫക്റ്റഡ് ആവും. സോ അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനർജിയും കാര്യങ്ങളും മാറും കേട്ടോ, നമുക്ക് പറയാൻ പറ്റത്തില്ല. എനർജി സിറ്റുവേഷൻസ് ആയതുകൊണ്ട് തന്നെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.